ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവമഹത്വത്തെക്കുറിച്ചും ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ചും പഠിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ തുടക്കം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഭൂമിയിൽ മനുഷ്യൻ പെരുകി, മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി. നോഹയുടെ ചരിത്രം ആരംഭിക്കുന്നതും ഇതേ പുസ്തകത്തിലാണ്. ഇങ്ങനെ മനുഷ്യൻ ദുഷ്ടനായി ജീവിക്കുന്നതായിരിക്കുന്ന സമയത്ത് സകല മനുഷ്യരും അവരുടേതായിരിക്കുന്ന വഴികളിൽ നടന്ന് പാപം ചെയ്ത് ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ മാറി നിന്ന് നീതിമാനായി തൻ്റെ വഴികളിൽ തൻ്റെ കുടുംബത്തെയും ആ നീതിമാർഗത്തിലേക്ക് നടത്തുവാൻ ശ്രദ്ധാലുവായിരുന്ന നോഹയുടെ ചരിത്രമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്കും ഇന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവം കാണുന്ന കണ്ണിൽ നമ്മൾക്കും കാര്യങ്ങളെ കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ നൽകട്ടെ. അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തുവെന്ന്. പലപ്പോഴും നമുക്കൊത്തിരി സംശയം തോന്നാറുള്ളതായിരിക്കുന്ന ഒരു വാക്യമാണ്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ എങ്ങനെയാണ് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്നുള്ളത്. അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായതായിരിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് വേദപഠിതാക്കൾ 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, ആ സാത്താൻ ഭൂമിയിലേക്ക് ആ ദൈവം അവനെ വിട്ടതായിരിക്കുന്ന സമയത്ത്, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ ആ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതായിരിക്കുന്ന സമയത്ത് തെറ്റിപ്പോയ ദൂതന്മാരായിരിക്കാം എന്ന് പറയുന്നു. അവരാണ് ആ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് അവരെക്കുറിച്ചായിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ തെറ്റിപ്പോയ ദൂതന്മാരാണ് മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ വന്നത് എന്നും അവരിലൂടെ ഉണ്ടായതായിരിക്കുന്ന മക്കളാണ് ഈ രാക്ഷസന്മാർ എന്ന്, അല്ല എങ്കിൽ അതികായകന്മാരായിട്ട് അവർ മാറി എന്നും അങ്ങനെയാണ് അവിടെ ഒരു രാക്ഷസ സമൂഹം ഉടലെടുക്കുന്നത് എന്നുമൊക്കെ വേദപഠിതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ആധികാരികമായി പറയുവാനായിട്ട് വചനങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ വേറൊരു കൂട്ടർ പറയുന്നു, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ദൈവദൂതന്മാരായിരിക്കാം. അപ്പോൾ അവിടെ ഉന്നയിക്കേണ്ടതായിരിക്കുന്ന വേറൊരു വാദം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ദൂതന്മാർ ഇങ്ങനെ ഒരു പാപം അവിടെ ചെയ്യുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യ വശം എന്നുള്ളതും നമ്മൾ മറന്നു പോകുവാനായിട്ടിടയായി തീരരുത്. ഒരു കൂട്ടർ പറയുന്നു, ഇത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് അത് ശേത്തിൻ്റെ തലമുറയാണെന്നും മനുഷ്യരുടെ പുത്രിമാർ എന്ന് പറയുന്നത് കയ്യിൻ്റെ തലമുറയാണെന്നും, ഇങ്ങനെ പല രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വേദപഠിതാക്കൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിരിക്കലും ഞാനത് പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് ദൈവം പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജഡമാണ്. ഇവൻ്റെ അകത്ത് എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചു കൊണ്ടിരിക്കത്തില്ല. അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് ദൈവം അരുളി ചെയ്തു. ആയുഷ്കാലം നേരത്തെ മുന്നമേ കൂടുതലുണ്ടായിരുന്നുവെങ്കിലും ഈ പാപം ചെയ്ത് ജനം ഒത്തിരിയും വഷളത്വം പ്രവർത്തിച്ച് പോരുന്നതായിരിക്കുന്ന സമയത്ത് ദൈവം പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ആയുസ് അവിടെ കുറയുവാനായിട്ട് ഇടയായി തീർന്നു. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന 5-ാം വാക്യത്തിൽ ദൈവം കാണുന്നതായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ദൈവം കണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്താണ് ദൈവം കണ്ടത്? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണം ഒക്കെയും എല്ലാം ഇപ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ദൈവം നോക്കി കണ്ടതായിരുന്ന ദുഷ്ടത വലിയ ദുഷ്ടതയായിട്ടാണ് ദൈവം കണ്ടത്. അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അതൊന്നും ദൈവം നോക്കിയപ്പോൾ നല്ലതായിട്ട് ദൈവത്തിന് തോന്നിയില്ല. കാര്യം പുറമേ ഉള്ളതല്ലല്ലോ കർത്താവ് കാണുന്നത്, കർത്താവ് ഉള്ളിലേക്കല്ലേ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോക്കുന്നത്. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള കർത്താവ് നമ്മളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഹൃദയത്തിലെ നിരൂപണം എന്താണെന്ന് ദൈവം വ്യക്തമായിട്ട് അറിയുന്നു. നമ്മളൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്നതായിരിക്കുന്ന എല്ലാ എഴുത്തുകളെയും ആരും അറിയാതെ
നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ നിരൂപിക്കുന്ന നിരൂപണങ്ങളെയും നമ്മുടെ തമ്പുരാൻ വായിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ദൈവം ഓരോ ദിവസവും വായിക്കുമ്പോൾ ഞാൻ നിരൂപിച്ച സകല നിരൂപണങ്ങളും, ആരുമറിയാതെ ഞാൻ ചിന്തിച്ച ചിന്തകളും, ഹല്ലേലൂയ, എൻ്റെ മനസ്സിൽ തോന്നിയതായിരിക്കുന്ന ഫ്രസ്ട്രേഷൻസും, എൻ്റെ മനസ്സിലേക്ക് വന്നതായിരിക്കുന്ന എല്ലാ ആ ദൈവഹിതപ്രകാരമല്ലാത്ത ചിന്തകളും എല്ലാം തമ്പുരാൻ അത് കണ്ടു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഒത്തിരി വിഷമം തോന്നുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം പറയും, ഞാൻ എല്ലാത്തിനെയും നശിപ്പിക്കുവാനായിട്ട് പോകുക, ഞാൻ സൃഷ്ടിച്ച ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് ഈ എല്ലാ ഇഴജാതിയും മൃഗത്തെയും എല്ലാത്തിനെയും ആകാശത്തിലെ പക്ഷിയും എല്ലാം ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവം തമ്പുരാൻ തീരുമാനിക്കുകയും, എന്നാൽ ദൈവത്തിന് ഹല്ലേലൂയ അവിടെ വചനത്തിൽ വായിക്കുന്നുണ്ട്, നോഹയോട് ദൈവത്തിന് കൃപ തോന്നുവാനായിട്ട് കാരണമായി തീർന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് കൃപയാൽ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം, ഈ സത്യദൈവത്തെ അറിയുവാൻ തക്കവണ്ണം നമുക്കും ആ കൃപ തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചിട്ട് ഈ നോഹയോട് ദൈവം പറയുന്നുണ്ട്, നീ പെട്ടകം പണിയണം. ഇന്നും ദൈവം നമ്മളോട് പറയുകയാണ്, നമുക്കുമുണ്ട് ഒരു പെട്ടകം പണിയുവാൻ. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമുക്കിടെ പെട്ടകം പണിയുക എന്നുള്ളത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ആ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൻ്റെ അകത്തേക്ക്, ഹല്ലേലൂയ, ആ നമ്മുടെ ജീവിതത്തെ ആ ക്രിസ്തുവിന് സമർപ്പിച്ചിട്ട് നമ്മൾ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന്, ഹല്ലേലൂയ, നോഹ കുടുംബമായി ആ പെട്ടകത്തിൻ്റെ അകത്ത് കയറി, ഹല്ലേലൂയ, കർത്താവ് വാതിലടച്ചു. ഇതുപോലെ ഇന്ന് കർത്താവിൻ്റെ വരവിങ്കൽ, ഹല്ലേലൂയ, നമുക്കും ആ കുടുംബമായി പ്രവേശിക്കപ്പെടുവാൻ തക്കവണ്ണം ആ മണവാളനാകുന്ന കർത്താവിനോട് കൂടെ, ഹല്ലേലൂയ, നമുക്കും ഒരുമിച്ച് ചേരുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന വലിയ ഭാഗ്യം ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നൽകട്ടെ. കർത്താവിൻ്റെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ ഉറപ്പുള്ളവരായി ഈ പെട്ടകത്തിൻ്റെ അകത്ത്, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥനയുടെ ജീവിതമുള്ളവരായി തീർന്ന് മുന്നോട്ട് നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ തലമുറകളും നമ്മുടെ കുടുംബവും മുഴുവനായി കർത്താവിനെ അറിഞ്ഞ് ആ പെട്ടകത്തിൽ പ്രവേശിക്കുക. നോഹയുടെ കുടുംബം മുഴുവൻ കടന്നു, പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഒരാൾ പോലും നശിച്ചു പോകുവാനിടയായി തീരാതെ ആത്മഭാരത്തോടെ, ഹല്ലേലൂയ, ചുറ്റുപാടുമുള്ളവരൊന്നും കേൾക്കാതിരുന്നപ്പോൾ നോഹ തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുത്തതുപോലെ, ഹല്ലേലൂയ, നോഹയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ചുരുക്കത്തിൽ, ഹല്ലേലൂയ, ആ അനുസരണം മാത്രം പറഞ്ഞ് ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കും അതുപോലെ കർത്താവിൻ്റെ ആ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം പണിയാൻ പറഞ്ഞതായിരിക്കുന്ന ആ അളവിൽ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആ അളവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റിൽ വേണം നമ്മുടെ ജീവിതത്തെ നമ്മളും നയിക്കുവാൻ. വചനമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന അളവുകോൽ എന്ന് പറയുന്നത്. ആ വചനത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടാണ് എന്നെയും നിങ്ങളെയും കർത്താവ് നോക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇത് ശക്തിയോടെ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ദൈവം പറയുന്ന കാര്യം നോഹയോട്, ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യും, നീയും നിൻ്റെ പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം, സകല ജീവികളിൽ നിന്ന് ഈരണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കടക്കണം, അത് കടന്ന് നീ എല്ലാ കാര്യങ്ങളും വേണ്ടതെല്ലാം എടുത്ത് റെഡിയായി നിന്നുകൊള്ളുക എന്ന് പറഞ്ഞാണ് ദൈവം അവിടെ ആ ഭാഗം നമ്മൾ ഈ 6-ാം അധ്യായം തീരുന്നത്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് ആ അധ്യായം തീരുമ്പോൾ 22-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചത് ഒക്കെയും നോഹ ചെയ്തു. ഹല്ലേലൂയ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. അത് ഒത്തിരി ആവർത്തി വായിക്കുവാനായിട്ട്, ഹല്ലേലൂയ, അത് എൻ്റെ ഉള്ളത്തിലൊരു പ്രേരണ ലഭിച്ചു. ദൈവം തന്നോട് കൽപ്പിച്ചത് ഒക്കെയും നോഹ ചെയ്തു. അതൊന്നും നോഹ ചെയ്യാതിരുന്നില്ല, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അതിനകത്തൊരു വള്ളിയോ പുള്ളിയോ നോഹ മാറ്റിയതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നില്ല. ദൈവം പറഞ്ഞതുപോലെ ചെയ്യുവാൻ ദൈവം ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായിരിക്കുന്ന, ഹല്ലേലൂയ, ആ ഒരു കൽപ്പനകളൊക്കെ അനുസരിച്ച് ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.